ഞാനിന്നലെ സിനിമ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ആദ്യം സാധ്യമായിട്ടില്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ തിയേറ്ററിലൊക്കെ കാണുന്നു. അന്നിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ വനിതാ വിനീതിലെ എല്ലാ പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോഴും അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണുക. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനൊരു സിനിഫൈൽ എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്, അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ, അപ്പോൾ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിനടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൂസ് ബംസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് ഭാഗമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇൻ്റർവെല്ലായപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പല സമയത്ത് ഞങ്ങളിങ്ങനെ തരിച്ചിരിക്കുകയായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോൾ വിദ്യാജി പറയുമ്പോഴും സുബിസാർ പറയുമ്പോഴൊക്കെയും ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു മഹാനുഭാവലോ എന്നുള്ള സോങ് 300 വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ ത്യാഗരാജ സ്വാമികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകരത് കാത്തിരിക്കുകയാണ്, എഴുന്നേക്കാതെ. സിനിമയുടെ കഥയല്ല വിഷയം. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ്, നമ്മൾ കണ്ടതാണ്. നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മ്യൂസിക്കലി. കാരണം ഞാൻ വിദ്യാജി ഇന്ന് കണ്ടപ്പോഴും ഞാനതാ പറഞ്ഞത്, ആ സിനിമയിൽ പറയുന്ന മ്യൂസിക്, അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ് എന്ന് പറയുമ്പോൾ രണ്ട് രാജാക്കന്മാർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവദൂതനിൽ ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിൻ്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ട്. ഒന്ന് ത്യാഗരാജ സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പോസിഷൻ. ഞാൻ തന്നെ അഭിനയിച്ച കുടുംബസമയത്തിലും എന്തൊരു മഹാനുഭാവല സോങ് ഉണ്ട്, പഞ്ചരത്ന കൃതികളിലുള്ളതാണ്. ആ സിനിമ തീരുന്നതും അവിടെയാണ്. പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവലോ ഇനിയൊരു പക്ഷേ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പോസിഷനിലായിരിക്കും. അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു സംഗീതത്തെ, ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ. ആ മാസ്റ്ററാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു, വിദ്യാജിയുടെ കൂടെ ഇരുന്നിട്ട് ഇന്നലെ സിനിമ കാണുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യാജിയുടെ അടുത്ത് ഇങ്ങനെ ഈ സിനിമയുടെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത്, ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തതും. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും, എന്താണ് വിദ്യാജിക്ക് ഇന്നലെ തോന്നിയത്. അപ്പോൾ വിദ്യാജി പറഞ്ഞത്, ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട്, ഞാനാണ് ചെയ്തതെന്നറിയാം. പക്ഷെ അതിനകത്തൊരു പർട്ടിക്കുലർ സീനിൽ, അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സീനാണ് സർ? അപ്പോൾ പറഞ്ഞത്, അതിനകത്ത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറയുന്നുണ്ട്. മേരി അല്ല, അവൾ മേരി അല്ല, അലീനയാണ്, അതാ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്ലൂട്ട് ബിറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാജി ഇതാരാണ് ചെയ്തത് എന്ന് സ്വയം ചോദിച്ചത്. അതാണ് സംഗീതത്തിൻ്റെ. അപ്പോൾ അതാണ് വിദ്യാജി പറയുന്നത്. ആ മ്യൂസിക് പോർഷൻ വന്നപ്പോഴാണ് വിദ്യാജി തന്നെ സ്വയം ഇതാര് ചെയ്തു എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ? അതാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ഒരു എർത്തിങ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് എപ്പോഴും അങ്ങനെയാണ്. നമ്മളതിനൊരു ചാലകമായിട്ട് നിൽക്കുന്നു, വേറെ എവിടുന്നും ഇത് വരുന്നു, നമ്മളിലൂടെ അത് വരുന്നു. അത് കൃത്യമായിട്ട് വിദ്യാജി ഫീൽ ചെയ്തതും വിദ്യാജി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അതാണ് സിനിമ തന്നൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിൻ്റെ മ്യൂസിക്കിൻ്റെ എന്താ പറയുക ചിറകിലാണ്. ഈ 24 വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത്, സിയാദ്ക്ക പറഞ്ഞ കാര്യം അതായിരുന്നു. ഇന്നലെ അന്ന് 24 വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ, അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരും ഇനി വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെൻറ്ററിൽ ഇരുന്ന് കാണണം. അറ്റ്മോസ്ഫിയർ എപ്പോഴും ഫീൽ ചെയ്യുക നമ്മൾ സെൻറ്ററിൽ ഇരിക്കുമ്പോഴാണ്. ഇന്നലെ കുറച്ച് പിറകിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സിനിമ തന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് അറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചെന്നത്. അത് ഇറ്റ് വാസ് അമേസിങ്. പ്രേക്ഷകർക്കും അത്, കാരണം അതിനുശേഷം ഇന്നലെ രാത്രി 1:30 മണിക്കൊക്കെ ദുബായിൽ നിന്ന് അവരുടെ ഷോ കഴിഞ്ഞിട്ട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു, ചേട്ടാ ഒന്ന് വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും അതാണ് സന്തോഷം. അപ്പാർട്ട് ഫ്രം നമ്മളിതൊരു 100 കോടി ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയല്ലല്ലോ. ഈ സിനിമ ഒരു അനുഭവമാണ്. ഞങ്ങൾ അന്ന് എടുത്തൊരു പെയിൻ ഉണ്ട്. ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് വെരി ഹാപ്പി വിത്ത് ദാറ്റ്. താങ്ക് യു. പട്ടിയായിട്ടുള്ള മലപ്പുറത്തൊക്കെ ഞാൻ അന്ന് അത് കാണുമ്പോൾ നമ്മൾ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ്.
അപ്പോൾ അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോയി നോക്കുമ്പോൾ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നും. അതുപോലെ അന്ന് ആ പട്ടിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഇന്ന് കാണുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നല്ലേ, അതിൽ നിന്ന് മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ചെറിയ മോൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ പേടിക്കും എന്ന് വിചാരിച്ചിട്ട് അവളെ കണ്ണിങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അച്ഛ കൈമാറ്റ് കാണട്ടെ. അപ്പോൾ അവൾ വളരെ കൂളായിട്ട് കണ്ടു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു.